വീട്ടിൽ ഉപയോഗിക്കാതെ അലമാരയിലോ ബാങ്ക് ലോക്കറിലോ സ്വർണം കിടക്കുന്നുണ്ടോ? ആ സ്വർണം വെറുതെ കിടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഓരോ വർഷവും പലിശ ലഭിക്കുന്നത്? ഈ അടുത്തിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. ഇന്ത്യയിലെ വീടുകളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സ്വർണത്തിന്റെ കണക്കെടുത്താൽ ലോക രാജ്യങ്ങളുടെ കണ്ണു തള്ളിപ്പോകും. ഇത്തരത്തിൽ വെറുതെ ഇരിക്കുന്ന സ്വർണത്തിൽ നിന്ന് അധിക വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതെ, വീട്ടിൽ വെറുതെ കിടക്കുന്ന സ്വർണത്തിൽ നിന്ന് വരുമാനം ലഭിക്കും. അതാണ് കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. ഇത് നേരത്തെ നടപ്പിലാക്കിയതാണെങ്കിലും വലിയ മാറ്റങ്ങളോടെ വീണ്ടും ശക്തമായി തിരിച്ചു വരികയാണ്. പഴയ പദ്ധതി വിജയമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നിരവധി മാറ്റങ്ങളുമായി പുതിയ രൂപത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം? എന്തിനാണ് സർക്കാർ ഇത് വീണ്ടും കൊണ്ടുവരുന്നത്? പഴയ പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ആർക്കാണ് ഇത് ഗുണകരമാവുക? ഇതിലെ റിസ്കുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പഴയ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം നിരവധി മാറ്റങ്ങളോടെ പുതിയ രൂപത്തിൽ തിരിച്ചു വരുന്നു. എന്താണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം? സാധാരണയായി നാം ബാങ്കിൽ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ ലഭിക്കും, അല്ലേ? അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ കിടക്കുന്ന സ്വർണം ബാങ്കിൽ നിക്ഷേപിച്ച് അതിന് പലിശ നേടാനുള്ള പദ്ധതിയാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. സ്വർണം വിൽക്കേണ്ടതില്ല, പണയം വെക്കേണ്ടതില്ല. പകരം സർക്കാർ അംഗീകരിച്ച സംവിധാനത്തിലൂടെ ബാങ്കിൽ നിക്ഷേപിക്കുകയും അതിന് പലിശ ലഭിക്കുകയും ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. എന്തിനാണ് സർക്കാർ ഈ പദ്ധതി വീണ്ടും കൊണ്ടുവരുന്നത്? ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. പ്രതിവർഷം ആയിരക്കണക്കിന് ടൺ സ്വർണം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. അതിന് വലിയ തോതിൽ ഡോളർ ചെലവാകുന്നു. ഇത് രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിനും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സമ്മർദ്ദമുണ്ടാക്കുന്നു. അതേസമയം ഇന്ത്യയിൽ ഏകദേശം 30,000 ടൺ സ്വർണം വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതായാണ് വിവിധ പഠനങ്ങൾ പറയുന്നത്. ഈ സ്വർണത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സ്വർണത്തിന്റെ ഇറക്കുമതി കുറയും, രാജ്യത്ത് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാകും, ബാങ്കുകൾക്കും ആഭരണ നിർമ്മാതാക്കൾക്കും സ്വർണം ലഭ്യമാകും, വിദേശ നാണയ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. പുതിയ പദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല, എങ്കിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചില പ്രധാന മാറ്റങ്ങൾ ആലോചനയിലുണ്ട്. ഇപ്പോൾ ബാങ്കുകൾ വഴിയാണ് പ്രധാനമായും സ്വർണം സ്വീകരിക്കുന്നത്. പുതിയ പദ്ധതിയിൽ രാജ്യത്തെ ജ്വല്ലറികളെയും കളക്ഷൻ പാർട്ട്നേഴ്സ് ആയി ഉൾപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത്. അതിലൂടെ ആളുകൾക്ക് സമീപത്തുള്ള വിശ്വസനീയമായ ജ്വല്ലറികളിൽ തന്നെ സ്വർണം സമർപ്പിക്കാൻ അവസരം ലഭിച്ചത്. നിക്ഷേപ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാൻ ശ്രമം നടത്തുന്നു. പഴയ പദ്ധതിയിൽ നടപടിക്രമങ്ങൾ സങ്കീർണമായിരുന്നു എന്നതിനാൽ പുതിയ പദ്ധതിയിൽ അത് കൂടുതൽ ലളിതമാകും. രാജ്യത്തുടനീളം കൂടുതൽ കളക്ഷൻ സെന്റേഴ്സ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ഗ്രാമങ്ങളിലുള്ളവർക്കും പദ്ധതി ഉപയോഗിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. പലിശ നിരക്കുകൾ കൂടുതൽ ആകർഷകമാക്കാനുള്ള ആലോചനയും റിപ്പോർട്ടുകളിലുണ്ട്. ഇപ്പോൾ ഇത്തരം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏകദേശം 2.25 മുതൽ 2.5% വരെയാണ് പലിശ. പുതിയ പദ്ധതിയിൽ ഇത് വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. പഴയ പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു? 2015 ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതി ആരംഭിച്ചത്. വലിയ പ്രതീക്ഷകളോടെയായിരുന്നു തുടക്കമെങ്കിലും 10 വർഷത്തിനിടെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് സ്വർണം പദ്ധതിയിലേക്ക് എത്തിയത്. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നിക്ഷേപിക്കുന്ന ആഭരണങ്ങൾ ഉരുക്കി പരിശോധിക്കേണ്ടി വരും എന്നത് ആശങ്കയുണ്ടാക്കി. പലർക്കും അവരുടെ കുടുംബ പാരമ്പര്യ ആഭരണങ്ങൾ ഉരുക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹ ആഭരണങ്ങൾക്കും പാരമ്പര്യ സ്വർണത്തിനും സാമ്പത്തിക മൂല്യത്തെക്കാൾ വികാരപരമായ മൂല്യങ്ങളുണ്ട്. അത് പരാജയത്തിന് കാരണമായി. പലിശ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആകർഷണം തോന്നിയില്ല എന്നതും ഒരു കാരണമാണ്. പഴയ സ്വർണത്തിന്റെ രേഖകൾ, നികുതി സംബന്ധമായ ആശങ്കകൾ തുടങ്ങിയവയെല്ലാം പലരെയും പിന്നോട്ടടിച്ചു. ബാങ്കുകൾക്കും പദ്ധതിയിൽ വലിയ നേട്ടമൊന്നുമില്ലാത്തതിനാൽ അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പദ്ധതിയിൽ സ്വർണം നിക്ഷേപിച്ചാൽ എന്താണ് നടക്കുക? ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. നാം നിക്ഷേപിക്കുന്ന സ്വർണം പരിശോധിക്കും. ആവശ്യമെങ്കിൽ അത് ഉരുക്കി പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം അതിന്റെ ഭാരവും ഗുണനിലവാരവും രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നൽകും. കാലാവധി പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്നത് അതേ ആഭരണം ആയിരിക്കണമെന്നില്ല. തുല്യ അളവിലുള്ള സ്വർണമോ അതിന്റെ മൂല്യമോ ആയിരിക്കും ലഭിക്കുക. അതിനാൽ വിവാഹ ആഭരണങ്ങൾ, പാരമ്പര്യ ആഭരണങ്ങൾ, ഓർമ്മയായി സൂക്ഷിക്കുന്ന സ്വർണം എന്നിവ
ഈ പദ്ധതിയിൽ നൽകുന്നത് പലരും ഒഴിവാക്കാറുണ്ട്. ആർക്കാണ് ഈ പദ്ധതി കൂടുതൽ അനുയോജ്യം? വീട്ടിൽ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ സ്വർണമുള്ളവർ, ഹാൾമാർക്കില്ലാത്ത പഴയ ആഭരണങ്ങളുള്ളവർ, കേടുപാടുകൾ സംഭവിച്ച സ്വർണമുള്ളവർ, ബാങ്ക് ലോക്കറിൽ വർഷം തോറും ഫീസ് കൊടുത്ത് വെറുതെ സൂക്ഷിക്കുന്നവർ, ദീർഘകാല നിക്ഷേപം ആഗ്രഹിക്കുന്നവർ തുടങ്ങിയവർക്കെല്ലാം ഈ പദ്ധതി ഗുണകരമായേക്കാം. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ: സ്വർണം വീട്ടിൽ സൂക്ഷിക്കേണ്ടതില്ല, ലോക്കർ ചെലവ് കുറയ്ക്കാം, സ്വർണത്തിന് പലിശ ലഭിക്കും, സ്വർണം സാമ്പത്തികമായി ഉപയോഗിക്കാം, സർക്കാർ പദ്ധതിയായതിനാൽ സുരക്ഷിതമായ സംവിധാനത്തിലൂടെ നിക്ഷേപിക്കാം. പദ്ധതിയിൽ ലഭിക്കുന്ന ചില നികുതി ആനുകൂല്യങ്ങൾ തുടരുമെന്ന പ്രതീക്ഷയുമുണ്ട്. റിസ്കുകൾ എന്തൊക്കെയാണ്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഗോൾഡ് ലീസിംഗ് എന്ന പേരിൽ നിരവധി പദ്ധതികൾ കാണാം. ഇവയെല്ലാം സർക്കാർ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം അല്ല. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട റിസ്കുകൾ ഉണ്ടാകാം. സർക്കാർ അംഗീകാരവും നിയന്ത്രണവും നിക്ഷേപ സംരക്ഷണവും എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സ്വകാര്യ പദ്ധതികളിൽ ചേരുന്നതിന് മുമ്പ് വിശദമായി പരിശോധിക്കണം. സർക്കാർ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പദ്ധതിയും സ്വകാര്യ ഗോൾഡ് ലീസിംഗ് പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത്? വീടുകളിലെ സ്വർണം 5% പോലും ഈ പദ്ധതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ രാജ്യത്തിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ചലനം സൃഷ്ടിക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിലൂടെ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാം, രാജ്യത്തിന്റെ വിദേശ നാണയ ചെലവ് കുറയ്ക്കാം, ബാങ്കുകൾക്ക് കൂടുതൽ സ്വർണം ലഭ്യമാകും, ആഭരണ വ്യവസായത്തിന് ഗുണമുണ്ടാകാം, സാമ്പത്തിക രംഗത്തിന് പുതിയ ഉണർവ് ലഭിച്ചേക്കാം. അതിനാൽ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇപ്പോൾ പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ മാത്രമാണ്. പദ്ധതിയുടെ അന്തിമ രൂപവും പലിശ നിരക്കും നിക്ഷേപ വ്യവസ്ഥകളും മറ്റു ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം മാത്രമേ വ്യക്തത ലഭിക്കുകയുള്ളൂ. അതിനാൽ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വർണമുണ്ടോ? ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിലൂടെ അറിയിക്കുക.